നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ ഞെരുവശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗോഡൌണും ഓഫീസും ചേർപ്പ് പോലീസ് സീൽ ചെയ്തു. ഉടമകളായ KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർ EDയുടെ പരിശോധനയെ തുടർന്ന് ഒളിവിലാണ്. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 2024 കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ 2024 പൂരാഘോഷ ചടങ്ങുകളുടെ പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പമന ഹരി നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ 115 കോടിയുടെ വികസന പ്രവർത്തികൾ വകയിരുത്തി. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ഞെരുവശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗോഡൌണും ഓഫീസും ചേർപ്പ് പോലീസ് സീൽ ചെയ്തു. ഉടമകളായ KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർ EDയുടെ പരിശോധനയെ തുടർന്ന് ഒളിവിലാണ്. പോലീസ് ഇവരെ കണ്ടെത്തുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി ഇരുവരും കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സ്റ്റേഷൻ ബഡ്സ് നിയമത്തിന്റെ വകുപ്പുകളും ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിക്ഷേപ തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 2024 കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പരിപാടി എന്ന നിലയിലുള്ള ഒരു ഔപചാരികമായ ഉദ്ഘാടനം നടത്തിക്കൊണ്ടുള്ള പരിപാടി ഇന്ന് ഇപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച നിലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കുറച്ചും കൂടിയും വിപുലീകരിച്ച് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ പ്രത്യേകം പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും അത് ആസ്വദിക്കാനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് ഇവിടെ ക്ഷേത്രോപദേശക സമിതി ഈ കുംഭഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നിലയിൽ കുംഭഭരണി ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പരിപാടികളും മികച്ചതാക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തുന്ന ക്ഷേത്രോപദേശക സമിതിയെയും അതിനാകെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ എൻ്റെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 6ാമത് ശ്രീഭദ്ര പുരസ്കാരം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ ഐച്ചിയിൽ രാമകൃഷ്ണൻ നൽകി ആദരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ C അനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, മാധവക്കുറുപ്പ്, കമലാക്ഷിയമ്മ, സരസ്വതിയമ്മ കുടിയിരുത്തിങ്കൽ, ജിനീഷ് ബോസ് എന്നിവരെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, വിനീത, അനിൽകുമാർ, C കണ്ണൻ, TK ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ 2024 പൂരാഘോഷ ചടങ്ങുകളുടെ പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പമന ഹരി നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. മേളങ്ങളും അതുപോലെ തന്നെ എഴുന്നള്ളിപ്പുമെല്ലാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 20-ാം തീയതി പെരുവനം പൂരമാണ്. പെരുവനം പൂരത്തിനാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ മേളങ്ങളുടെ ഘോഷ നടക്കുന്നത്. ഏറ്റവും വലിയ മേള വിദ്വാൻമാർ, പ്രമാണികളെല്ലാം പങ്കെടുക്കുന്ന പെരുവനം പൂരം അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോതിൽ കൊണ്ടാടപ്പെടുന്ന മേളാഘോഷമാണ്.
ഇത്തവണയും അത് ഗംഭീരമായിട്ട് കൊണ്ടാടുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. 23-ാം തീയതിയാണ് നമ്മൾ ആറാട്ടുപുഴ പൂരം. അന്ന് 24-ാം തീയതി വെളുപ്പിനാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദേവസംഗമം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത്, ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം ഓഫീസർ സന്തോഷ് വെള്ളൂർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ, പൂരപ്രേമി സംഘം, മറ്റ് പങ്കാളിത്ത ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗജവീരന്മാരാണെങ്കിൽ കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും തലയെടുപ്പുള്ള ഗജവീരന്മാരാണ് പൂരത്തിന് അണിനിരക്കുക. ഏറെ പ്രത്യേകത ഈ സ്വർണ്ണം കൊണ്ടുള്ള തലയെക്കെട്ട്, നെറ്റിപ്പട്ടം എന്ന് നമ്മൾ പറയുന്ന തലയെക്കെട്ട്, അതുപോലെ തന്നെ സ്വർണത്തിന്റെ കുടം, അങ്ങനെ എല്ലാം സ്വർണമയമാണ്. ഇത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റ് പൂരങ്ങളിൽ കാണാത്ത ഏറെ വലിയ പ്രത്യേകതയാണ്. അമ്മ തിരുവടിയുടെ ഈ ആഘോഷം ഇവിടെ 16-ാം തീയതി ആരംഭിക്കുകയാണ്. രോഹിണി വിളക്ക്, അതുപോലെ തന്നെ 17-ാം തീയതി മകയിരം പുറപ്പാട്, പിന്നെ മീനമാസം 11-ാം തീയതി കൂട്ടിയെഴുന്നള്ളിപ്പ്. ശരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഈ പ്രദേശവാസികളുടെ മുഴുവൻ ഈ പൂരാഘോഷത്തിന്റെ നിറവിലേക്ക്, മികവിലേക്കുള്ള ഒരു ആകാംക്ഷപൂർവമായ പ്രയാണമാണ്, യാത്രയാണ്. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ 115 കോടിയുടെ വികസന പ്രവർത്തികൾ വകയിരുത്തി. നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം, മിനി ഇൻഡോർ സ്റ്റേഡിയം, കോടന്നൂർ സെന്റർ മുതൽ വെങ്കിടശ്ശേരി സെന്റർ വരെയുള്ള റോഡ് BMNBC നിലവാരം, പുള്ളിൽ ടൂറിസം പദ്ധതിക്കായി നടപ്പാത നിർമ്മാണം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നെല്ല് സംഭരണ കേന്ദ്രം തുടങ്ങിയവയ്ക്ക് 2024 ബഡ്ജറ്റിൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ തുക വകയിരുത്തി. നാട്ടിക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണത്തിനായി 2 കോടി രൂപ വകയിരുത്തി. ജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും ഏറെ നാളത്തെ ആവശ്യമാണ് നിറവേറാൻ പോകുന്നത്. നാട്ടിക മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയായ ചേർപ്പിലെ ജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് കായികപരമായ മേഖലയിലെ വികസനം. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അകത്തായുള്ള സ്ഥലത്ത് പൊതുജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ മിനി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ 3 കോടി രൂപ വകയിരുത്തി. പാറളം ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ സെന്റർ മുതൽ വെങ്ങിണിശ്ശേരി സെന്റർ വരെയുള്ള റോഡ് BMNBC പ്രവർത്തികൾക്കായി 3 കോടി രൂപ വകയിരുത്തി. വിനോദസഞ്ചാരികളുടെ മേഖലയായ പുള്ളിൽ ടൂറിസം പദ്ധതിക്കായി ആദ്യഘട്ടം നടപ്പാത നിർമ്മാണത്തിനും LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി 2 കോടി രൂപയും, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കർഷകർക്കായി നാട്ടിൽ തന്നെ നെല്ല് സംഭരിക്കുന്നതിനായി നെല്ല് സംഭരണ കേന്ദ്രം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപയും കേരള സർക്കാരിന്റെ 2024 ബജറ്റിൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. അമ്മാടം പള്ളിപ്പുറം പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വല്ലച്ചിറ പ്ലാക്കൽ വീട്ടിൽ 45 വയസ്സുള്ള വിജയകുമാറാണ് മരിച്ചത്. ഭാര്യ വിജിത, മക്കളായ വിദ്യ, ബദ്രിനാഥ് എന്നിവർക്ക് നിസാര പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. കുടുംബസമേതം സ്വന്തം ഓട്ടോറിക്ഷയിൽ പുല്ലുഭാഗത്ത് നിന്ന് പള്ളിപ്പുറം ഭാഗത്തേക്ക് വരവെയാണ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ വിജയകുമാറിന് നാട്ടുകാർ ചേർപ്പിലെ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും എത്തിച്ചു ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനു വേണ്ടിയുള്ള എഗ്രിമെന്റ് ചേർപ്പ് ബ്ലോക്കുമായി ഒപ്പുവച്ചു. ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഹസീൻ അക്ബർ, സെക്രട്ടറി CK സംഗീത്, മെമ്പർമാരായ സുനിൽകുമാർ, ഗീത, അനിത, CDP O പ്രീത, കോളേജ് പ്രതിനിധി സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പരിമിതികളോട് പോരാടുന്ന ഭിന്നശേഷിക്കാരുടെ സാമൂഹിക പങ്കാളിത്തം എല്ലാ പൊതുയിടങ്ങളിലും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. അന്തിക്കാട് ഹൈസ്കൂളിലെ 1992-93 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദ്യ സമാഗമ സമ്മേളനവും അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി റിജി MD അധ്യക്ഷത വഹിച്ചു. മുൻകാല PTA പ്രസിഡന്റ് TK മാധവൻ, അന്തിക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, അധ്യാപകരായ MK ബേബി,
PC മോഹനൻ, അരുണ രാജൻ, KK സെയ്തു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഷഫീർ KA, റഷീദ്, സജീഷ് മാധവൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളരിക്കര പുല്ലഴി സ്വദേശി വെള്ളപ്പറമ്പിൽ മോഹനന്റെ മകൻ 29 വയസ്സുള്ള മിഥുൻ കൊല്ലപ്പെട്ട കേസിലാണ് ഏങ്ങണ്ടിയൂർ ഏത്തായ് സ്വദേശികളായ പൊട്ടൻവിളയിൽ വീട്ടിൽ കണ്ണൻ എന്ന സുനിൽകുമാർ, ഒളാട്ട് വീട്ടിൽ ജിഷ്ണുലാൽ, പിതാവ് ഷാജി, ചെമ്പൻ വീട്ടിൽ രാജേഷ് എന്നിവരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളരിക്കര പുല്ലഴി സ്വദേശി വെള്ളപ്പറമ്പിൽ മോഹനന്റെ മകൻ 29 വയസ്സുള്ള മിഥുൻ കൊല്ലപ്പെട്ട കേസിലാണ് ഏങ്ങണ്ടിയൂർ ഏത്തായ് സ്വദേശികളായ പൊട്ടൻവിളയിൽ വീട്ടിൽ കണ്ണൻ എന്ന സുനിൽകുമാർ, ഒളാട്ട് വീട്ടിൽ ജിഷ്ണുലാൽ, ചെമ്പൻ വീട്ടിൽ രാജേഷ്, ഒളാട്ട് വീട്ടിൽ ഷാജി എന്നിവരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളരിക്കര പുല്ലഴി സ്വദേശിയായ മിഥുൻ ഏങ്ങണ്ടിയൂരിലെ അമ്മ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:45 ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ സുഹൃത്തുക്കളുമായി മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം നടന്നിരുന്നു. പിന്നീട് 5-ാം കല്ലിന് പടിഞ്ഞാറ് വെച്ച ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. ഇതിനിടെ മിഥുന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ യുവാവിന്റെ കുടൽ പുറത്തായ നിലയിലായിരുന്നു. പരിക്കേറ്റ് കിടന്ന മിഥുനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന യുവാവിന്റെ 2 സുഹൃത്തുക്കളെ ഏങ്ങണ്ടിയൂർ ഏത്തായ് സനാതന ആംബുലൻസ് പ്രവർത്തകർ തന്ത്രപൂർവ്വം ആംബുലൻസിൽ കയറ്റിയിരുന്നു. തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വാടാനപ്പള്ളി പോലീസിന് കൈമാറി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ 8:15 മിഥുൻ മരിച്ചു. ആക്രമണത്തിൽ പങ്കാളികളായ മറ്റ് 2 പേരെ സംഭവ ദിവസം രാത്രിയിൽ തന്നെ വാടാനപ്പള്ളി പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. മദ്യലഹരിയിൽ പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. പ്രതികളെ തിങ്കളാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ വാഹന സംരക്ഷണ ജാഥയുടെ സംഘാടക സമിതി യോഗം നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CA ഹബീസ് അധ്യക്ഷത വഹിച്ചു. രാജു വെന്നിക്കൽ, ഗോവിന്ദൻ, ജോസ് താടിക്കാരൻ, ഗോകുൽദാസ്, ഫാത്തിമ അബ്ദുൾ ഖാദർ, RI സക്കറിയ, ഗണേഷ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ച് ബൈക്ക് യാത്രികൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ സനീഷ്, കാർ യാത്രികരായ ആലപ്പുഴ രാജു ഭവനത്തിൽ ജസ്റ്റിൻ രാജ്, ജിത്തു, എൽദോസ്, സജികുമാർ, ശ്രുതി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ തെക്കേ ആൽമാവിന് സമീപം തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ തൃപ്രയാർ ആക്ട്സ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകർ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വ്യാജ LSD കേസിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ കണ്ടെത്തി. കേസിൽ പ്രതി ചേർത്തു. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശിയായ 52-കാരനാണ് വിവരം നൽകിയതെന്നാണ് കണ്ടെത്തൽ. അന്വേഷണ സംഘം തലവനായ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TM മജ്ജുവാണ് ഇക്കഴിഞ്ഞ 31-ന് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. വിദേശ നമ്പറിൽ നിന്നാണ് എക്സൈസിന് ഫോൺ വന്നത് എന്നതിനാൽ വിവരം നൽകിയ ആളെ കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു. ഇദ്ദേഹത്തിന് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് വിവരം. യുവതിയും ബംഗളൂരുവിലാണ് താമസം. കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ സംശയ നിഴലിലായിരുന്ന യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിച്ചത്. യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണുണ്ടായത്. എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായകമായ വഴിത്തിരിവുണ്ടായത്. യുവതിയുമായി അടുത്ത സൗഹൃദമാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാൾക്കുള്ളത്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ചാണ് ഇദ്ദേഹം വിവരം കൈമാറിയത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് ഇദ്ദേഹം ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകും. സംഭവം നടന്ന് 1 വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5795 രൂപ, പവന് 46,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ ഞെരുവിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗോഡൌണും ഓഫീസും ചേർപ്പ് പോലീസ് സീൽ ചെയ്തു.
ഉടമകളായ KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർ EDയുടെ പരിശോധനയെ തുടർന്ന് ഒളിവിലാണ്. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ 2024 കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ 2024 പൂരാഘോഷ ചടങ്ങുകളുടെ പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പമന ഹരി നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ 115 കോടിയുടെ വികസന പ്രവർത്തികൾ വകയിരുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.